അപ്പോൾ നമ്മൾ ഓപ്പൺ വിൻഡോയുടെ എ ക്ലോസ് റീഡിംഗ് ഓഫ് ദ ടെക്സ്റ്റ് അവിടെ വെച്ചിട്ടാണ് നിർത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം കേട്ടോ. എ ക്ലോസ് റീഡിംഗ് ഓഫ് ദ ടെക്സ്റ്റ്. അപ്പോൾ നമുക്ക് ഓപ്പൺ വിൻഡോയുടെ ക്ലോസ് റീഡിംഗ് നോക്കാം. ദ നറേറ്റീവ് ഈസ് ഡിവൈഡഡ് ഇൻ ടു 3 ഡിസ്റ്റിങ് പാർട്സ്. നമ്മൾ പഠിച്ച ആ ഭാഗം 3 ഭാഗങ്ങളായിട്ട് തിരിച്ചിരിക്കുകയാണ്. വിത്ത് ദ ഫസ്റ്റ് ബിഗിനിങ് വിത്ത് എ ചാറ്റ് ബിറ്റ്വീൻ വേറ ആൻഡ് ഫ്രാംപ്റ്റൺ. ആദ്യത്തെ ഭാഗം എന്ന് പറയുന്നത് ഇതിലെ മെയിൻ ക്യാരക്ടറായിട്ടുള്ള വെറയും ഫ്രാംപ്റ്റനും തമ്മിലുള്ള ഒരു ചാറ്റാണ്. ചാറ്റ് എന്ന് പറഞ്ഞാൽ സംഭാഷണം. ദ സെക്കൻഡ് വിത്ത് ദ എപ്പിയറൻസ് ഓഫ് ദ ഓണ്ട്. രണ്ടാമത് ഓണ്ടിൻ്റെ എപ്പിയറൻസ് ആണ്. ആൻഡ് തേർഡ് വിത്ത് ദ ഹണ്ടിങ് പാർട്ടീസ് റിട്ടേൺ. മൂന്നാമത്തത് ഹണ്ടിങ് പാർട്ടി റിട്ടേൺ ചെയ്യുമ്പോഴാണ്. ടു സെപ്പറേറ്റ് ദീസ് 3 സെക്ഷൻസ്, ഈ 3 സെക്ഷൻസിനെയും വേർതിരിക്കാൻ മോൺട്രോ യൂസസ് മോൺട്രോ എന്ന് പറഞ്ഞാൽ റൈറ്റർ എന്തൊക്കെ ഉപയോഗിച്ചിട്ടുള്ളത്, ഏതൊക്കെ ടെക്നിക്കാ? ഫ്ലാഷ് ബാക്കുകൾ, ബ്രേക്കിംഗ് അപ്പ് ദ പ്രസൻറ്റ് വിത്ത് ദ സ്റ്റോറി വിത്തിൻ എ സ്റ്റോറി. ബ്രേക്കിംഗ് അപ്പ് മുറിച്ചുള്ളത്, സ്റ്റോറി വിത്തിൻ എ സ്റ്റോറി, കഥയുടെ ഉള്ളിൽ തന്നെ ഒരു കഥ, അതൊക്കെ കാണാൻ പറ്റും. ഈസ് മോട്ടിവേറ്റഡ് ബൈ വെറാസ് ഇമാജിൻഡ് പാസ്റ്റ്. ഇതൊക്കെ വേറെ ഇമാജിൻഡ് ഒക്കെ വേറെ എന്താണ് സാങ്കല്പികമായിട്ടുള്ള പാസ്റ്റുമായിട്ടൊക്കെ കാട്ടിയിരിക്കുകയാണ്. ഫ്ലാഷ് ബാക്ക് അങ്ങനത്തെ ഒരു പാസ്റ്റ് ഉണ്ടോ വെറയ്ക്ക്? ഇല്ല, ഇമാജിനേറ്റഡ് ആണ് അല്ലേ. ദ റീഡർ ലേൺസ് ദാറ്റ്, എഴുത്തുകാരന് മനസ്സിലാവും, വെറ ഹൂസ് നെയിം സ്റ്റാൻഡ്സ് ഫോർ വെറാസിറ്റി. വെറ എന്ന് പറഞ്ഞ പേര് അതിൻ്റെ അർത്ഥം തന്നെ എന്താ? ട്രൂത്ത് എന്നാണ്. ഈസ് ഹിലാരിയസ്ലി എനിത്തിങ് ബട്ട് ട്രൂത്ത്ഫുൾ ഇൻ ദ ഓപ്പൺ വിൻഡോ. സത്യം എന്ന രീതിയാണ്. വിച്ച് ലൈക്ക് മെനി ഓഫ് മോൺട്രോ സ്റ്റോറീസ് ആസ് എ സർപ്രൈസിങ് ഫിനിഷ്. മോൺട്രോയുടെ കഥകൾക്കൊക്കെ ഭയങ്കര സർപ്രൈസിങ് ആയിട്ടുള്ള ഫിനിഷ് ആയിരിക്കും. ഇവിടെയും അങ്ങനെ തന്നെ. മോൺട്രോ ഡിസീവ്സ് റീഡേഴ്സ് ഇൻ ടു തിങ്കിങ് ദാറ്റ് വെറ ഈസ് എ റിലയബിൾ സ്റ്റോറി ടെല്ലർ ജസ്റ്റ് ആസ് വെറ ഡിസീവ് ഫ്രാംപ്റ്റൺ. നമുക്ക് ആദ്യം തോന്നും വെറ നല്ല രീതിയിൽ കഥ പറയുന്ന ഒരാളാണ്, വെറ പറയണൊക്കെ ശരിയാണെന്നൊക്കെ തോന്നും. പിന്നെയാണ് നമുക്ക് മനസ്സിലാവുക വെറ ഡിസീവ് ചെയ്യാണ്, ചതിക്കുകയാണ് ആരെ? ഫ്രാംപ്റ്റനെ. ദ ഓഥർ പാർഷ്യലി അച്ചീവ്സ് ദിസ് ബൈ ടേണിങ് വെറ ഇൻ ടു എ യങ് ഗേൾ. വേറെ എന്താണ്? ചെറിയൊരു പെൺകുട്ടിയാണ്. ഇറ്റ് വാസ് അൺകോമൺ ഫോർ എ വുമൺ ടു ബി ഡെപിക്റ്റഡ് ആസ് കണ്ണിങ് ഓർ കൺവിൻസിങ് ഡ്യൂറിങ് മോൺട്രോസ് ടൈം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് മോൺട്രോയുടെ കാലഘട്ടത്തിൽ ഒരു പെൺകുട്ടീനെ ഒരു കണ്ണിങ് ബുദ്ധിമതിയാക്കുക അല്ലെങ്കിൽ സൂത്രക്കാരിയാക്കുക അങ്ങനെയൊക്കെ ഡെപിക്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ അസാധാരണമായിട്ടുള്ളൊരു കാര്യമാണെന്ന് പറയാണ്. പകരം വിമൻ ആൻഡ് ഗേൾസ് ആർ ടിപ്പിക്കലി ഷോൺ ആസ് ദ ക്യാരക്ടേഴ്സ് ദാറ്റ് കുഡിൻ ബി ട്രസ്റ്റഡ്. അന്നത്തെ കാലത്ത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ത്രീകളെ എന്താണ് ഷോസ് ആസ് ദ ക്യാരക്ടേഴ്സ് ദാറ്റ് കുഡ് ബി ട്രസ്റ്റഡ്. നമുക്ക് ഏറ്റവും വിശ്വസിക്കാവുന്ന ഒരു ആളായിട്ടാണ് സ്ത്രീകൾ അന്നത്തെ കാലത്ത് ചിത്രീകരിച്ചിരുന്നുള്ളൂ. പക്ഷെ ഇതിൽ വേറെ ഒരു സൂത്രക്കാരിയായിട്ടും വേറെ നുണ പറയുന്നതൊക്കെ ആയിട്ടാണ്. അപ്പോൾ അത് ഫസ്റ്റ് ടൈമാണ് ലിറ്ററേച്ചറിൽ എന്ന് പറയണം. അന്നത്തെ കാലത്ത് സ്ത്രീകളെ മാത്രമേ വിശ്വസിക്കാൻ പറ്റുള്ളൂ അല്ലേ. പക്ഷെ അതേപോലെ തന്നെ വേറെ മെൻ ആൻഡ് ബോയ്സ് വേർ സ്കംബാഗ്സ്. സ്ത്രീകളെ വിശ്വസിക്കാൻ പറ്റുന്നതും പുരുഷനും ആൺകുട്ടികളും വിശ്വസിക്കാൻ പറ്റാത്തതുമായിരുന്നു മോൺട്രോയുടെ കാലം. ആ സമയത്താണ് മോൺട്രോ വെറ എന്ന് പറഞ്ഞ പെൺകുട്ടീനെ ഒരു ഡിസീവ്, ചതിക്കുന്ന ഒരു സൂത്രക്കാരിക്ക് എന്ന ക്യാരക്ടറായിട്ട് ചിത്രീകരിക്കുന്നത്. മോൺട്രോ ബ്രേക്സ് എസ്യൂംഷൻസ് അബൌട്ട് ഹൗ യങ് ലേഡി ഷുഡ് ആക്ട്. അപ്പോൾ സത്യം പറഞ്ഞാൽ മോൺട്രോ എന്ന എഴുത്തുകാരൻ അവിടെ തകർത്തത് അത്ര കാലം സ്ത്രീകൾ ഇങ്ങനെ പാടുള്ളൂ, ഇങ്ങനെ അഭിനയിക്കാൻ പാടുള്ളൂ എന്നുള്ള ആ ഒരു ചിന്തേനെയാണ്. ബൈ ഹാവിങ് ദ ട്രബിൾ മേക്കർ ആസ് എ വിമൻ. പക്ഷെ കാരണം എന്താ? ഇവിടെ വെറ എന്ന് പറയുന്ന ഏറ്റവും പ്രശ്നം ഉണ്ടാക്കുന്ന ഒരു സ്ത്രീയാണ് ഇൻ ഹിസ് നോവൽ, ഈ ഒരു നോവൽ. വെറ ദ പ്രോട്ടോഗോണിസ്റ്റ് ഓഫ് ദ ടെയിൽ, ഈ കഥയുടെ മെയിൻ കഥാപാത്രമാണ് വെറ. ഈസ് പോർട്രേഡ് ആസ് എ ട്രബിൾ മേക്കർ, ഒരു പ്രശ്നക്കാരിയാണ്. ഹു പെർഫോംസ് പ്രാങ്ക്സ്. പ്രാങ്കുകൾ എന്താണെന്ന് നിങ്ങൾക്കറിയാം അല്ലേ? പറ്റിക്കലാണ്. യൂസിങ് ഹെർ ഇമാജിനേഷൻ. വെറ അവളുടെ സാങ്കല്പികത ഉപയോഗിച്ചുകൊണ്ട് പലരെയും പ്രാങ്ക് ചെയ്യുക, പറ്റിക്കുക, അങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരു കഥാപാത്രമായിട്ടാണ് വെറ ഈ ഒരു കഥയിൽ. എ കെയർഫുൾ റീഡർ ഓഫ് ദ സ്റ്റോറി ക്യാൻ ഓൾസോ ലേൺ സംതിങ് അബൌട്ട് വെറാസ് ജെനുവിൻ ക്യാരക്ടർ ഫ്രം മോറാസ് പോർട്രേൽ ഓഫ് ഹെർ. വെറയുടെ ഈ ഒരു പോർട്രയിൽ നിന്നും നമ്മൾ വായനക്കാരന് കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനായിട്ട് പറ്റും. ദ മോസ്റ്റ് നോട്ടബിൾ ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മോസ്റ്റ് നോട്ടബിൾ ആയിട്ടുള്ളത് വെറ ഈസ് ഡിസ്ക്രൈബ്ഡ് ആസ് എ സ്റ്റോറി ടെല്ലർ. വേറെ ഒരു കഥ പറയുന്ന ഒരാളായിട്ട് പെൺകുട്ടിയാണ്. ഹൂസ് എക്സ്പെർട്ടൈസ് ഈസ് റൊമാൻസ് അറ്റ് ഷോർട്ട് നോട്ടീസ്. അതാണ് അവളുടെ എക്സ്പെർട്ടൈസ്. വെറ ഹാസ് ഫ്രീക്വൻ്റ്ലി ബീൻ ഇൻ്റർപ്രറ്റഡ് ബൈ ക്രിറ്റിക്സ് ആസ് എ പേഴ്സോണിഫിക്കേഷൻ ഓഫ് നെറേറ്റീവ്സ്.
പല ക്രിറ്റിക്സുകളും വിമർശകരും വെറേനെ ഒരു നെറേറ്റീവ് അതോറിറ്റിയുടെ ഒരു പേഴ്സിഫൈഡ് രൂപം എന്നൊക്കെ പറയാറുണ്ട്. ആൻഡ് ആസ് എ പോർട്രയൽ ഓഫ് മോൺട്രോ ഇത് ഹിംസെൽഫ്, മോൺട്രോ തന്നെയാണെന്നുള്ളൊരു രീതിയിൽ, അല്ലെങ്കിൽ മോൺട്രോയുടെ ഒരു രീതി തന്നെയാണ് വെറയ്ക്കുള്ള എന്ന രീതിയിൽ പല വിമർശകരും പറയാറുണ്ട്. വെറ പ്ലേസ് എ സിഗ്നിഫിക്കൻറ്റ് റോൾ ഇൻ ദ ഓപ്പൺ വിൻഡോ. വേറെ ഒരു വലിയ കഥാപാത്രമാണ് ഓപ്പൺ വിൻഡോ എന്ന് പറഞ്ഞ നോവല്. ബൈ ഇൻട്രൊഡ്യൂസിങ് ദ കോൺസെപ്റ്റ് ഓഫ് ചൈൽഡ്ഹുഡ്, ഒരു കുട്ടിക്കാലത്തിൻ്റെ ഒരു കോൺസെപ്റ്റ് അവിടെ കൊണ്ടുവരുന്നുണ്ട്. വിച്ച് അപ്പിയേഴ്സ് ഇൻ മെനി ഓഫ് മോൺട്രോ റൈറ്റിങ്സ്. ഇത് മോൺട്രോയുടെ കഥകളിലൊക്കെ നമുക്ക് കാണാം. മോൺട്രോ റെഗുലർലി ഡെപ്പിക്ട്സ്, എന്താ മോൺട്രോ എപ്പോഴും വരച്ച് കാട്ടിയിരുന്നേ? ത്രൂ ഹിസ് റൈറ്റിങ്സ്, എഴുത്തുകളിലൂടെ, ചൈൽഡ്ഹുഡ് ആസ് എ സാഡ് സിറ്റുവേഷൻ ഇൻ വിച്ച് യങ്സ്റ്റേഴ്സ് ആർ ഇംപ്രിസൺഡ് ഇൻ എ ഡൾ അഡൾട്ട് വേൾഡ്. അണ്ടർലൈൻ ചെയ്യാം. ആളുടെ അഭിപ്രായത്തിൽ ചൈൽഡ്ഹുഡ്, കുട്ടിക്കാലം എന്ന് പറയുന്നത് ഏറ്റവും വിഷമകരമായിട്ടുള്ള ഒരു അവസ്ഥയാണ്. ആ സമയത്ത് യങ്സ്റ്റേഴ്സിനെ ഇംപ്രിസൺ ചെയ്ത പോലെയാണ് ഒരു ഡൾ അഡൾട്ട് വേൾഡിൽ. ഡൾ അഡൾട്ട് വേൾഡ് എന്ന് പറഞ്ഞാൽ ആരായിരിക്കും? മാതാപിതാക്കളുടെ ലോകത്ത് അടച്ചിട്ട പോലത്തെ ഒരു കാലഘട്ടമാണ് കുട്ടിക്കാലം എന്നാണ് മോൺട്രോ പറയുന്നത്. ഇവിടെ നോക്കിയേ, വെറയുടെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ് അല്ലേ. ഈ നോവലിൽ ഓണ്ട് ഈസ് എ കമാൻഡിങ് പ്രസൻസ് ഫ്രം വിച്ച് വെറ ലോങ്സ് ടു ഫ്ലീ. ഇവിടെ എല്ലാ കാര്യങ്ങളും വെറേനെ ആജ്ഞാപിക്കുന്നത് ആരാ? ഓണ്ടാണ്. അതുകൊണ്ട് തന്നെ വെറയ്ക്ക് അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകണമെന്നുണ്ട്. ആൻഡ് മാനേജസ് ടു ഡു സോ ത്രൂ ക്രിയേറ്റീവ് സ്റ്റോറി ടെല്ലിങ്. അപ്പോൾ അങ്ങനെ രക്ഷപ്പെട്ടു പോകാൻ അവൾ പല പല കാരണങ്ങൾ കണ്ടെത്തുകയാണ്. അപ്പോൾ അതിന് അവൾ വളരെ ക്രിയാത്മകമായിട്ട് കഥകൾ പറയുകയാണ്. ആൻഡ് കണ്ണിങ്, ബുദ്ധിപരമായിട്ട്. ദ വിൻഡോ ഈസ് എ മെറ്റഫർ ഫോർ ഹിസ് നീഡ് ടു ഗെറ്റ് എവേ. പുറത്തേക്ക് പോകാനുള്ള ഒരു മെറ്റഫറാണ് വിൻഡോ എന്ന് പറയുന്നത്. അണ്ടർലൈൻ ചെയ്യണം കേട്ടോ. വിൻഡോ എന്ന് പറയുന്ന മെറ്റഫറാണ് ഫോർ ഹിസ് നീഡ് ടു ഗെറ്റ് എവേ. അവൾക്ക് ആവശ്യമുണ്ട് പുറത്തേക്ക് പോകേണ്ട, അങ്ങനെയുള്ള ഒരു മെറ്റഫറാണ് വിൻഡോ. ഇറ്റ് റെപ്രസെൻറ്റ്, അതായത് വിൻഡോ റെപ്രസെൻറ്റ് ചെയ്യുന്നത് പോർട്ടൽ ഇൻ ടു അനദർ റിലീം ദാറ്റ് വെറ ക്യാൻ ബി യൂസ് ടു എൻറ്റർ ആൻഡ് ക്രിയേറ്റ് ഹെർ ഓൺ യുണീക്ക് ഓൾട്ടർനേറ്റീവ്. വ്യത്യസ്തമായിട്ടുള്ള ഒരു പുതിയ ലോകം വെറയ്ക്ക് സ്വന്തമായിട്ട് ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു പോർട്ടലിനെ റെപ്രസെൻ്റ് ചെയ്യുന്നതാണ് ഈ ഒരു വിൻഡോ. വെറാസ് ഫാൻസിഫുൾ ടെയിൽസ് സെർവ് ആസ് ആൻ എസ്കേപ്പ് ഫ്രം ദ ഡൾ അഡൾട്ട് റിയാലിറ്റി ഇൻ ദിസ് വേ. അപ്പോൾ ആ രീതിയിൽ വേറെ കഥകളുണ്ടാക്കും. അപ്പോൾ അവൾക്ക് എസ്കേപ്പ് ചെയ്യാം, ആ ഒരു ഡള്ളായിട്ടുള്ള ലോകത്തിൽ നിന്ന് പലപ്പോഴും എസ്കേപ്പ് ചെയ്യാനുള്ളൊരു മാർഗം കൂടിയാണിത്. മോറോ റെഗുലർലി പാരഡൈസസ് ആൻഡ് അണ്ടർമൈൻസ് ദ നോംസ് ഓഫ് അപ്പർ മിഡിൽ ക്ലാസ് സൊസൈറ്റി ഓഫ് ദ എഡ്വേറിയൻ ഇറ ഓഫ് വിച്ച് ഓദർ വാസ് എ പാർട്ട്. മോൺട്രോ കളിയാക്കുന്നുണ്ട്, അല്ലെങ്കിൽ പാരഡൈസ് അല്ലെങ്കിൽ അണ്ടർമൈൻ ചെയ്യുന്നുണ്ട് അന്ന് കാലത്ത് അപ്പർ മിഡിൽ ക്ലാസ്, കിങ് എഡ്വേർഡിൻ്റെ കാലഘട്ടം, അതാണ് എഡ്വേർഡിയൻ ഇറയിൽ മിഡിൽ ക്ലാസ് സൊസൈറ്റിയിലെ ജനങ്ങൾ എങ്ങനെയാണെന്നുള്ളത്. അദ്ദേഹം ഇതിൽ പെടുന്ന ആളായിരുന്നു. ഇൻ ദ ഓപ്പൺ വിൻഡോയിൽ ഹി അക്കംപ്ലിഷസ് ദിസ് ബൈ ഡിസ്റപ്റ്റിംഗ് ആൻഡ് ഓൾട്ടറിങ് ദ ട്രഡീഷണൽ സെറീൻ ആൻഡ് കൺട്രി എൻവിറോൺമെൻറ്റ് ഓഫ് ദി ഹൗസ്. വെൻ ദ ഓണ്ട് കംസ് ഇൻ, ഓണ്ട് വരുമ്പോൾ ദ സ്റ്റോറി ഗെറ്റ്സ് ഈവൻ ഡാർക്കർ. കഥ ഒന്നും കൂടി ഇരുണ്ടുപോവും. സിൻസ് മോൺട്രോ കീപ്സ് ടോക്കിംഗ് അബൌട്ട് ഹൗ ഹാപ്പി ദ സീൻ ഈസ് ഡിസ്പൈറ്റ് ദ ഓൺസ് ട്രാജിക്കൽ മിസ്അണ്ടർസ്റ്റുഡ് ഇൻറ്റൻഷൻസ്. ദ ഓതർ സബ്വേർട്സ് ദ എഡ്വേറിയൻ സിറ്റിംഗ് റൂമുകൾക്ക് പ്രത്യേകതയുണ്ട്, കൺവെൻഷണൽ ആയിട്ടുള്ളതാണ്. ബൈ യൂസിങ് ടേംസ് ലൈക്ക് ബസ്റ്റീൽഡ്, വേൾഡ്, ചിയർഫുള്ളി to change the settings of the monotonous and dull existence of Edwardian society. This alteration ആവശ്യമാണെന്ന് പറയണം. തീംസ് ഓഫ് ദ സ്റ്റോറി നമുക്ക് നോക്കാം. ഒന്നാമത്തെ തീം എന്താ? കാവോസ്, അങ്ങനെ പ്രശ്നങ്ങളാണ്. വൈൽഡ്നെസ്, വിജനത വേഴ്സസ് ഓർഡർ, ഒരു ഓർഡർ ഉണ്ടാവും. A usual and uneventful house visit is contrasted here with the usual and unusual incidents of ghost presence and fatal death. ഇവിടെ നമുക്ക് പറഞ്ഞു തരുന്നത് ഒരു യൂഷ്വൽ ആയിട്ടുള്ള, സാധാരണയായിട്ടുള്ള, അൺഇവൻറ്റ്ഫുൾ, പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ലാത്ത ഒരു ഹൗസ് വിസിറ്റ്, അതിനിവിടെ ഓപ്പോസിറ്റായിട്ട് കൊണ്ടുവന്നിരിക്കുകയാണ്. അതിന് പകരം ഇവിടെ യൂഷ്വൽ ആയിട്ടുള്ളതുമാണ് അൺയൂഷ്വൽ ഇൻസിഡൻസ്, ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത അല്ലെങ്കിൽ സംഭവിക്കാത്ത സംഭവങ്ങൾ ഉണ്ടാവുകയാണ്. അതോടൊപ്പം തന്നെ ഗോസ്റ്റിൻ്റെ പ്രസൻസ്, ഒരു പ്രേതം വരുന്നതും ഫാറ്റൽ ഡെത്തും. ദീസ് ടർബുലൻസ്, ഈ പ്രശ്നങ്ങൾ എൻറ്റേഴ്സ് ദ വെൽ ഓർഗനൈസ് സിറ്റിംഗ് റൂമിലേക്കാണ്, അതാണ് അന്തരീക്ഷം. സെനാരിയോ ത്രൂ ദ ഓപ്പൺ വിൻഡോയിലൂടെ. വിത്ത് വൈൽഡ് ഡോഗ്സുകളെ കാണാൻ പറ്റും. ഡേഞ്ചറസ് ടോപ്പോഗ്രഫിയാണ്, ഫോറസ്റ്റ് ഉണ്ട്. മോൺട്രോ യൂസസ് എ സ്പെസിഫിക് കൈൻഡ് ഓഫ് അനാർക്കി എന്ന് പറഞ്ഞാൽ എന്താ? അരാജകത്വം, പ്രശ്നങ്ങൾ എന്നാണ് അർത്ഥം. ഇൻ ഹിസ് നറേറ്റീവ് ഓതർ
ഫ്രീക്വൻ്റ്ലി യൂസ് ചെയ്യാറുണ്ട് ഡിസോർഡർ പ്രശ്നങ്ങൾ ആസ് എ വേ ടു പാരഡി കളിയാക്കാനാണ് സത്യത്തിൽ ഈ പ്രശ്നങ്ങൾ ഉപയോഗിക്കുന്നത്. ആരെ? ഇംഗ്ലീഷ് സമൂഹത്തെ, അതിൻ്റെ ട്രഡീഷൻസിനെ, ഇംഗ്ലീഷ് സമൂഹത്തിൻ്റെ പാരമ്പര്യത്തെ. ബിക്കോസ് ഹീ ഫൈൻഡ്സ് അഡൾട്ട് ലൈഫ്, കാരണം അദ്ദേഹത്തിന് തോന്നി ഒരാളുടെ ചെറുപ്പകാലം അല്ലെങ്കിൽ അഡൾട്ട്ഹുഡ്, യൗവനം എന്ന് പറയുന്നത് മോണോട്രോണസ് ഓർഡറാണ്. ബ്രിങ് ഇൻ കമ്പാരിസൺ ടു അനാർക്കി. ഓക്കെ, അടുത്ത തീം എന്ന് പറഞ്ഞാൽ എ ഡിസയർ ടു ഫ്ലീ, സ്വാതന്ത്ര്യമായിട്ട് ഒറ്റയ്ക്ക് പറന്നു പോകാനുള്ള ഡിസയർ എന്ന് പറഞ്ഞാൽ എന്താ? ആഗ്രഹം. വെറ ആൻഡ് ഫ്രാംപ്റ്റൺ ഷെയർ എ ഡീപ്പ് ഡിസയർ, രണ്ടുപേർക്ക് ആഗ്രഹമുണ്ട് ടു റൺ അവേ, പുറത്തേക്ക് പോകാൻ. വെറ യൂസസ് ഹെർ ഇമാജിനേഷൻ, വെറ തൻ്റെ സാങ്കല്പികത, അതുപോലെ തന്നെ കഥ പറയുക അതിലൂടെ ടു ട്രൈ ടു ഗെറ്റ് അവേ ഫ്രം ദ ഗ്രോൺ അപ്പ് വേൾഡ്, അഡൾട്ടിൻ്റെ ലോകത്തുനിന്ന് രക്ഷപ്പെടാനായിട്ട് അവൾ ശ്രമിക്കുകയാണ്. ഷീ ലിവ്സ് ഇൻ എഫേർട്ട് ടു ഗോ അവേ, പുറത്തേക്ക് പോകാനുള്ള ശ്രമത്തിൽ. ആൻഡ് ഹീൽ ഫ്രം ഹിസ് നെർവ് എലൈൻമെൻറ്റ്, നെർവിൻ്റെ പ്രശ്നങ്ങളിൽ നിന്ന് രക്ഷ നേടാനായിട്ട് ഫ്രാംപ്റ്റൺ എന്താ ചെയ്യുന്നത്? ഈസ് ബ്രോട്ട് ടു എ സ്മോൾ ടൗൺ ഇൻ കൺട്രി സൈഡ്, ഒരു ഗ്രാമത്തിലുള്ള ചെറിയ ഒരു എന്താ പറയുക, ഒരു ടൗണിലേക്ക് വരികയാണ്. വെറാസ് എസ്കേപ്പ് സക്സീഡ്, വെറ ഈ ഒരു കഥയും ഇമാജിനേഷനായിട്ട് ഇങ്ങനെ സാങ്കല്പിക ലോകത്തേക്ക് പോകുമ്പോൾ അത് എൻജോയബിൾ ആവാണ്. ബട്ട് ഫ്രാംപ്റ്റൺസ് ഈസ് ലെസ് സക്സസ്ഫുൾ, ഫ്രാംപ്റ്റൺ സക്സസ് ആവുന്നില്ല, രക്ഷപ്പെടാൻ പറ്റുന്നില്ല. ആൻഡ് കോസസ് മോർ ടർമോയിൽ ദാൻ ക്വൈറ്റ്, ഒരുപാട് പ്രശ്നങ്ങൾ ഫ്രാംപ്റ്റന് ഉണ്ടാവുകയാണ്. മൂന്നാമത്തെ തീം ദ ഇമ്പാക്റ്റ് ഓഫ് സ്റ്റോറി ടെല്ലിംഗ്, കഥ പറയൽ. ഇൻ ഹിസ് റൈറ്റിംഗ്, മൊൺറോയുടെ റൈറ്റിങ്ങിൽ ഫ്രീക്വൻ്റ്ലി എംപ്ലോയ്സ് എന്താ ഉപയോഗിക്കാറ്? സ്റ്റോറി വിത്തിൻ എ സ്റ്റോറി, കഥയുടെ ഉള്ളിൽ തന്നെ ഒരു കഥ. ആ ഒരു അപ്രോച്ച് അദ്ദേഹം ഉപയോഗിക്കാറുണ്ട്. ഓപ്പൺ വിൻഡോയിൽ ഹി ഗോസ് വൺ സ്റ്റെപ്പ് ഫർദർ, ആളൊരു കാര്യം കൂടെ ചെയ്തു. എന്താ? ബൈ എംപ്ലോയിങ് വെറ ആസ് എ സ്റ്റോറി ടെല്ലർ, വെറയാണ് ഇതിൽ കഥ പറയുന്നത്. ടു എക്സ്പ്രസ് എ സബ്ജക്റ്റ് അബൌട്ട് സ്റ്റോറി ടെല്ലിംഗ് ആസ് ഫോം ഓഫ് ആർട്ട്. ബോത്ത് വെറ ആൻഡ് ബ്രോട്രോ യൂസ് ദ ഷോർട്ട്, രണ്ടുപേരും ഷോർട്ട് ടെയിലാണ് ഉപയോഗിച്ചത്. ടു ഡിസീവ് ദ ഓഡിയൻസിൻ്റെ. മോൺറോ, ഹു പ്രൈമർലി യൂസസ് ഷോർട്ട് സ്റ്റോറീസ് ടു എക്സ്പ്രസ് ഹിസ് ഐഡിയാസ്, incorporates the concept of storytelling in this story to convey its harmony with the comic plot. അടുത്ത തീമാണ് റൂറൽ പീസ്, ഗ്രാമത്തിലെ സമാധാനം. The rural calm and the chaos versus order themes are strongly related. Multiple characters make reference to the apparent tranquility of the rural area. Tranquility എന്ന് പറഞ്ഞാൽ ശാന്തത, ഗ്രാമത്തിലെ ശാന്തത. ഉദാഹരണമായിട്ട് ഫ്രാംപ്റ്റൻ്റെ ഡോക്ടർമാർ അഡ്വൈസ് ഇറ്റ് ആസ് റിട്രീറ്റ് ടു സൂത്ത് ഹിസ് ആൻസൈറ്റി, അദ്ദേഹത്തിൻ്റെ ഉത്കണ്ഠ കുറയ്ക്കാൻ ഏറ്റവും നല്ല ഗ്രാമത്തിൽ ജീവിക്കുക എന്ന് പറയുന്നുണ്ട്. ആൻഡ് ഫ്രാംപ്റ്റൺ എക്സ്പ്രസസ് എമേസ്മെൻറ്റ് ദാറ്റ് ട്രാജഡി കുഡ് ഹാപ്പൻ ഇൻ എ സച്ച് സെറീൻ ടെസ്റ്റി, ഇങ്ങനെ ഒരു സെറ്റിങ്ങിൽ ഒരു ട്രാജഡി ഉണ്ടാവുമെന്ന് അത്ഭുതപ്പെടുന്നുണ്ട് ആര്? ഫ്രാംപ്റ്റൺ. അടുത്തത് കോമഡിയാണ്. വെറാസ് സ്റ്റോറീസ് ആർ ഷോൺ അറ്റ് ദ എൻഡ് ഓഫ് ദ സ്റ്റോറി, വേറെ കഥകൾ ആർ ഷോൺ അറ്റ് ദ എൻഡ് ഓഫ് ദ സ്റ്റോറി, കഥയുടെ അവസാനം ഒരു മാജിക്കൽ അല്ലെങ്കിൽ ഹിലാരിയസ്, തമാശകരമായിട്ടുള്ള ഒരു ഡെലൂഷൻസ് ഓഫ് എ ചൈൽഡ്സ് ക്രിയേഷനായിട്ട് തോന്നാം. അതുകൊണ്ട് തന്നെ ഹ്യൂമർ ഈസ് പ്രസൻറ്റഡ്, തമാശ ഇങ്ങനെ പ്രസൻറ്റ് ചെയ്തിട്ടുള്ള എസ്കേപ്പ് ഫ്രം ദ സീരിയസ് ആയിട്ടുള്ള കാര്യത്തിൽ നിന്ന് രക്ഷപ്പെടാനാണ്. ആൻഡ് സ്റ്റഫി എൻവിറോൺമെൻറ്റിൽ നിന്ന്, ഹാർഷായിട്ടുള്ള എൻവിറോൺമെൻറ്റിൽ രക്ഷപ്പെടാൻ. ആൻഡ് വേ ഓഫ് ലൈഫ്, ആ ലൈഫിൽ നിന്നൊക്കെ രക്ഷപ്പെടാനുള്ള ഒരു രീതിയായിട്ടാണ് കോമഡി. സോ തീംസ് വെരി ഇമ്പോർട്ടൻറ്റ്. എന്താണ്? ക്യാബോസ്, വൈൽഡർനെസ്, ഓർഡർ, എ ഡിസയർ ടു ഫ്ലീ, ദ ഇമ്പാക്റ്റ് ഓഫ് സ്റ്റോറി ടെല്ലിംഗ്, റൂറൽ പീസ്, കോമഡി. അടുത്താണ് വിൻഡോ ആസ് എ സിംബൽ. ദ വിൻഡോ സെർവ്സ് ആസ് ബോത്ത് എ റെപ്രസെൻറ്റേഷൻ ഓഫ് വെറാസ് വിവിഡ് ഇമാജിനേഷൻ. വിൻഡോ എന്തിൻ്റെ സിംബലാണ്? വേറെ കളർഫുള്ളായിട്ടുള്ള ഇമാജിനേഷൻ്റെ. ആൻഡ് ഓഫ് ഓൺസ് ഡിസയർ ദാറ്റ് ഹെർ ഹസ്ബൻഡ്, ഓണ്ടിൻ്റെ ആഗ്രഹമാണ് എന്താണ്? അവളുടെ ഹസ്ബൻഡും ബ്രദേഴ്സും വിൽ കം ബാക്ക്, തിരിച്ചു വരും. വെറ മേക്സ് യൂസ് ഓഫ് വിൻഡോ, വെറ വിൻഡോ ഉപയോഗിക്കുന്നുണ്ട് ടു എസ്കേപ്പ്, രക്ഷപ്പെടാൻ. ദ ഡൾ ഗ്രോൺ അപ്പ് വേൾഡ്, ഈ ഡള്ളായിട്ടുള്ള ഗ്രോൺ അപ്പ് വേൾഡിൽ നിന്നും രക്ഷപ്പെടാനായിട്ട്. ആൻഡ് ടു കൺജർ അപ്പ് എ മോർ ഫാൻറ്റസി വൺ, അത് കുറച്ചും കൂടെ ഫാൻറ്റസി ആയിട്ടുള്ള ഒന്നും കൂടെ ആയിട്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി ഇതിൽ മൂന്നാമത്തത്, തേർഡ് വൺ നമുക്ക് പഠിക്കാനുള്ള പോയട്രിയാണ്. പോയട്രിയുടെ പേരെന്താ? ദ ബ്ലെസ്ഡ് ഡെമോസൽ ബൈ DJ റോസറ്റി. അടുത്ത ക്ലാസ്സിൽ നോക്കാം. വളരെ ലെങ്തി ആയിട്ടുള്ളൊരു പോവാണത്. ഇത്രയും മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു.